ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ വിനിത ജോയ് ഫാമിലി വ്ളോഗ്സ്. ഞങ്ങളുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ജില്ലയിലെ ഇടയ്ക്കൽ കേവ് കാണാനായിട്ട് ഞങ്ങൾ പോകുന്ന കാഴ്ചകളും വിശേഷങ്ങളും ആണ് കേട്ടോ. ഇതാണ് അതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു കുത്തുകയറ്റമാണ് കേട്ടോ. റോഡാണ്, എന്നിരുന്നാലും ഇങ്ങനെ ഇച്ചിരി കയറ്റമുള്ള റോഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദൂരം ഇങ്ങനെ കയറി പോകാനുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഏരിയയൊക്കെ നല്ല ഭംഗിയാണ് കാണാനൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ കയറി കുറേ ദൂരം പോകേണ്ടതുണ്ട് കേട്ടോ. കയറി പോയതിന് ശേഷം ഏകദേശം ഒരു 350 സ്റ്റെപ്പ് കയറിയാണ് കേട്ടോ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗുഹയ്ക്കടുത്ത് എത്തുന്നത്. സൈഡിലൊക്കെ നല്ല വനപ്രദേശങ്ങളാണ്. പിന്നെ കുറച്ച് കടകളൊക്കെ ഉണ്ട് കേട്ടോ. രണ്ട് സൈഡും തേയില പൊടികൾ അങ്ങനെയൊക്കെ വിൽക്കുന്ന ചെറിയ ചെറിയ കടകൾ. പിന്നെ നമ്മുടെ ക്ഷീണമൊക്കെ അകറ്റാൻ വേണ്ടിയിട്ട് വെള്ളങ്ങളൊക്കെ കുടിക്കാൻ പറ്റുന്ന കണക്കിനുള്ള കടകളും ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡും വനങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നടന്ന് നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കുവാന്നേ. ഇവിടെ പിന്നെ ടിക്കറ്റ് ഉണ്ട്. വലിയവർക്ക് 50 രൂപയും കൊച്ചു പിള്ളേർക്ക് 20 രൂപയാണ് കേട്ടോ. പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുവാണെങ്കിൽ കുഞ്ഞു പിള്ളേരൊക്കെ ഉള്ളവർ മാക്സിമം കുഞ്ഞു പിള്ളേർ ഉള്ള സമയത്ത് ഇവിടെ വരാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരു 350ഓളം സ്റ്റെപ്പ് കയറാനുണ്ട്. അപ്പോൾ പിള്ളേരെയും തൂക്കി പിടിച്ചുകൊണ്ട് കയറുന്നതെന്നൊക്കെ പറഞ്ഞാൽ ഇച്ചിരി റിസ്ക്കുള്ള പരിപാടിയാണ് കേട്ടോ. വെറുതെ പോലും നമുക്ക് കയറാൻ ഇച്ചിരി പ്രയാസമാണേ. അപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി ഭയങ്കര കഠിനമായിട്ട് തോന്നും കേട്ടോ. ഇടയ്ക്കൽ ഹെർമിറ്റേജ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ ടോപ്പിൽ പോകുമ്പോഴും ഇതുപോലെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൈഡിലൊക്കെ കുറേ കാപ്പിത്തോട്ടങ്ങളൊക്കെയാണ് കേട്ടോ. കാപ്പിക്കുരുവിൻ്റെ കാപ്പി മരങ്ങൾ. പിന്നെ ഒരുപാട് കുരങ്ങന്മാരുണ്ട് കേട്ടോ. കുരങ്ങന്മാരൊരു രക്ഷയില്ല. അവന്മാരവിടെ മൊത്തം താവളാക്കിയിട്ടുണ്ട്. നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ടില്ലാത്തവരൊക്കെ ഒരിക്കലൊക്കെ വന്ന് സന്ദർശിക്കണം കേട്ടോ. നല്ല അടിപൊളിയാന്നേ. കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടാലും അവസാനം നല്ല സൂപ്പറാണ് കേട്ടോ കാഴ്ചകളൊക്കെ. അപ്പോൾ ഇത് കണ്ടില്ല, മൊത്തം കുരങ്ങന്മാരുടെ വിഹാര കേന്ദ്രമാണ് കേട്ടോ. എല്ലായിടവും കുരങ്ങന്മാരാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങനെ കയറി ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാന്ന് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ കാപ്പിത്തോട്ടങ്ങളാണ്. ഇപ്പോഴാണ് നമ്മൾ അതിൻ്റെ എൻട്രൻസിലെത്തിയത് കേട്ടോ. ഇനിയാണ് അങ്ങോട്ട് നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി പോകാനുള്ളത് കേട്ടോ. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് കൗണ്ടറും കാര്യങ്ങളൊക്കെ. ഇത് ഇവിടെ അവരുടെ ഓഫീസാണ്. ഇവിടെ ടിക്കറ്റ് എടുക്കണം. ഇതിൻ്റെ തൊട്ടിപ്പുറത്തൊരു വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു റെസ്റ്റ് ഏരിയയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ വലിയവർക്ക് 50, കുഞ്ഞു പിള്ളേർക്ക് 20 രൂപ കേട്ടോ. അതാണ് ടിക്കറ്റ് ചാർജ്. അപ്പോൾ ഇതേ നമ്മൾ അതിൻ്റെ എൻട്രൻസിലായിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു മരത്തിൻ്റെ വേരാണ് കേട്ടോ. മരത്തിൻ്റെ വേരിങ്ങനെ നന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ അകത്തോട്ട് പ്രവേശിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ നമ്മുടെ അബിക്കുട്ടനും ആച്ചുമോളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ കയറി തുടങ്ങുമെന്ന് കേട്ടോ. ഇത്രയും ദൂരം വന്നപ്പോഴേ ഒരുവിധം ടയർഡായിട്ടുണ്ട്. ഇനി ഇതെല്ലാം നമ്മുടെ കൽപ്പാതകളാണ് കേട്ടോ. കല്ലുണ്ടല്ലോ, കല്ലിൻ്റെ നടപ്പാതകളാണ്. പിന്നെ അങ്ങനെ നടന്നു പോകുമ്പോഴത്തേക്ക് പിന്നെ ഇതൊക്കെ കല്ലിൻ്റെ തന്നെ സ്റ്റെപ്പുകളാണ്. ഇങ്ങനെ കയറി നമ്മൾ പോകണം. ഏകദേശം 350ഓളം സ്റ്റെപ്പുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ. അതിൽ കൂടുതലുണ്ടാവാനും ചാൻസ് ഉണ്ട്. ഇപ്പം ഇവിടെയൊന്നും വലിയ കുഴപ്പമില്ല. ഇങ്ങനെ നമുക്കങ്ങ് കയറി പോകാം കേട്ടോ. കുറച്ച് ദൂരം കഴിയുമ്പോൾ പിന്നെ കുത്തനെയുള്ള കയറ്റങ്ങളാണ്. അപ്പം അങ്ങനെ ഏകദേശം ഞാനൊരു പരുവായിട്ടുണ്ട് ഗൈസ്. കൊച്ചു പിള്ളേരൊക്കെ ഓടി കയറും കേട്ടോ. കൊച്ചു പിള്ളേരെന്ന് പറഞ്ഞാൽ ഒരു 5-10 വയസ്സിനകത്തൊക്കെ ഉള്ള പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്ത് ഓടി ചാടിയൊക്കെ കയറും കേട്ടോ. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പിന്നെ നമുക്ക് അവിടെ ആയിട്ട് പാറകളിലോ സ്റ്റെപ്പിലൊക്കെ ഇരുന്ന് റെസ്റ്റ് എടുക്കാം കേട്ടോ. റെസ്റ്റൊക്കെ എടുത്ത് പതിയൊക്കെ കയറി പോയാൽ മതി. അപ്പോൾ പിന്നെ ഈ പാറയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു മനുഷ്യനിർമ്മിതമായ പാറയോ കേവോ ഒന്നും അല്ല കേട്ടോ. ഈ ഗുഹ എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരൊന്നും നിർമ്മിച്ചതൊന്നുമല്ല. അതുപോലെ എന്തുവാണ്, ഒരു വലിയ പാറയെ തുരന്നെടുത്തിട്ടുള്ള ഒരു ഗുഹയും ഒന്നുമല്ല കേട്ടോ. ഇത് പ്രകൃതിദത്തായിട്ട് തന്നെ ഉണ്ടായതാണ് കേട്ടോ. അതാണ് ഈ കേവിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. 2 പാറകളാണ് കേട്ടോ. 2 പാറകൾ തമ്മിലിങ്ങനെ 2
പാറകളുടെ പുറത്തൊരു പാറ വന്നിങ്ങനെ ഇരിക്കുന്ന കണക്കാണ് കേട്ടോ ഇവിടെ. ഇങ്ങനെ അങ്ങനെയാണ് ഒരു ഗുഹയായിട്ടുള്ളത്. 2 ഗുഹകളാണുള്ളത് കേട്ടോ. ഫസ്റ്റ് നമ്മൾ പോകുന്നത് ഒരു ചെറിയ ഗുഹയാണ്. അതിങ്ങനെ കയറിപ്പോയതിന് ശേഷമാണ് അടുത്ത് വലിയ ഗുഹ വരുന്നത് കേട്ടോ. പിന്നെ ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഇങ്ങനെ കുത്തനെയുള്ള കയറ്റങ്ങളാണ്. നമ്മുടെ പാറ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ ഏകദേശം കഴിഞ്ഞ് വന്നിട്ടുണ്ട്. പിന്നെ എല്ലാം ഇനി ഇരുമ്പിൻ്റെ സ്റ്റെപ്പുകളാണ് കേട്ടോ. അത് വന്നിട്ട് നല്ല കുത്തനെയാണ് നമ്മുടെ സ്റ്റെപ്പെല്ലാം വരുന്നത്. നല്ല സമുദ്രനിരപ്പിൽ നിന്ന് 4000 കിലോമീറ്റർ എങ്ങാണ്ടോ ഹൈറ്റിലാണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഇവിടെയൊക്കെ വന്നിട്ട് ഒരു ഇടുങ്ങിയ വഴിയാണ് കേട്ടോ. കുറച്ച് നേരം നിന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ല തിരക്കുള്ള സമയത്താണ് കേട്ടോ നമ്മൾ വന്നത്. ലീവ് സമയമായിരുന്നല്ലോ, ഓണത്തിൻ്റെയൊക്കെ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ഇച്ചിരി നിന്ന് പതിയെ അങ്ങോട്ട് കയറി പോകണം കേട്ടോ. ഇവിടെയാണ് നമ്മുടെ ആദ്യത്തെ ഗുഹ വരുന്നത്. ആദ്യം നമ്മളിങ്ങനെ കയറിപ്പോവുകയും പിന്നെ രണ്ടാമത്തെ ഗുഹയ്ക്ക് നമ്മളിങ്ങനെ ഇറങ്ങി ഉള്ളിലോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ കുറച്ച് മുകളിലോട്ട് കയറി വന്നതിന് ശേഷം താഴോട്ട് നോക്കുമ്പോൾ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണേ. നമുക്കിങ്ങനെയപ്പോൾ കയറിപ്പോവാം. അപ്പോൾ നമ്മുടെ ചാനലും വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള കിടക്കാച്ചി വീഡിയോസായിട്ട് നമ്മൾ ഇനി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും. എല്ലാവരും സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ടൊക്കെ ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ സുഖമായിട്ട് സേഫായിട്ട് അടിപൊളിയായിട്ട് ഇരിക്കുവാണ് കേട്ടോ. ഇവിടെ ഇച്ചിരി ഒരു ട്രാഫിക്കാണ് ഗൈസ്. ഇടുങ്ങിയ പാറക്കൂട്ടമായതുകൊണ്ട് അങ്ങ് കയറിപ്പോകാൻ ഇച്ചിരി ഇതാവുന്നത് കേട്ടോ. അതാണ് കേട്ടോ ഒന്നാമത്തതിന്. രണ്ടാമത്തെ നമ്മളിങ്ങനെ അതിൻ്റെ ഉള്ളിലോട്ടിങ്ങനെ നമ്മൾ ഇറങ്ങി ചെന്ന് പോകണം കേട്ടോ. പിന്നെ ഇവിടുത്തെ പാറകളുടെയൊക്കെ പ്രത്യേകതയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആരും ഇങ്ങനെ ഉരുട്ടിക്കൊണ്ട് വെച്ച കണക്കാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇതിലൊക്കെ അവരുടേതായ കുറേ പണ്ടത്തെ കാലത്തുള്ള കുറച്ച് ലിപികളൊക്കെ ഉണ്ട്. ശിലായുഗങ്ങളിലൊക്കെ ഉള്ള ലിപികളൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇതൊന്നും നമ്മൾ മനുഷ്യനിർമ്മിതമൊന്നുമല്ല. ഇതെന്തോ ഭൂകമ്പം എന്തോ ഉണ്ടായപ്പോൾ 2 പാറകൾ തമ്മിലിങ്ങനെ ഉരുണ്ട് വന്ന് അങ്ങനെ സെറ്റായിരുന്നതാണ് കേട്ടോ. പ്രകൃതി നമുക്ക് കനിഞ്ഞ് നൽകിയൊരു കാഴ്ച തന്നെയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഇവിടെ നിന്നി അങ്ങനെ നമ്മളിങ്ങനെ കയറി അടുത്ത് മുകളിലോട്ട് ഇങ്ങനെ പോവാന്നേ. ഇതെല്ലാം ഇരുമ്പിൻ്റെ നടപ്പാതകളാണ്. കയറി ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോയി. ഞാനുണ്ട് ഇനി കുത്തനെയുള്ള വീണ്ടും കയറ്റങ്ങളാണ് കേട്ടോ. പാറക്കൂട്ടങ്ങളും കയറ്റങ്ങളും. ഇനി അങ്ങനെ അങ്ങോട്ട് കയറി പോകണം. അപ്പോൾ നമ്മൾ അമ്പുകുത്തി മല എന്നാണ് കേട്ടോ ഈ സ്ഥലം. അമ്പുകുത്തി മല എന്നാണ്. അമ്പുകുത്തി മല അങ്ങനെയാണ് കേട്ടോ അറിയപ്പെടുന്നത്. ഇടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് അമ്പുകുത്തി മലയാണ്. മഴയൊന്നുമില്ല കേട്ടോ ഗൈസ്, അതുകൊണ്ട് കയറാനും ഇച്ചിരി എളുപ്പമുണ്ട്. അപ്പോൾ ഇതേ വയനാടൊക്കെ വരുന്നവർ ഇത് മിസ് ചെയ്യാണ്ട് പോകാനുള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. എല്ലാവരും പോയി കാണുക. അപ്പോൾ ഇതൊക്കെ നമ്മളിങ്ങനെ ഒരു വീഡിയോ കൂടി എടുക്കുന്നതിനെക്കാട്ടിലൊക്കെ നമ്മളൊക്കെ പോയി കാണുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സൗന്ദര്യമൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരു വീഡിയോ കൂടി കാണുന്നതിനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പം നമ്മളെപ്പോഴായാലും ഓരോ സ്ഥലങ്ങൾ പോയി തന്നെ കണ്ട് നമ്മൾ ആസ്വദിക്കണം. ഇതേ കുത്ത് കയറ്റമെന്ന് കേട്ടോ. ഇനി അങ്ങനെ കയറിപ്പോണം. അങ്ങനെ കയറി അവസാനം ഞങ്ങൾ വിജയത്തിലെത്തിയിരിക്കണു ഗൈസ്. അങ്ങനെ കയറി നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഫസ്റ്റ് തുടക്കത്തിലൊക്കെ നമ്മൾ ഓർത്തു പോവും, കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങിച്ച അവസ്ഥയായല്ലോ ദൈവമേ എന്ന്. കണ്ടില്ലേ പടികളൊക്കെ ഇരിക്കുന്ന കണ്ടില്ലേ. എല്ലാം കുത്തു കയറ്റമെന്ന് കേട്ടോ. മെല്ലെ നിന്ന് തന്നെ കയറേണ്ടി വരും.
എങ്ങനെ കയറി പോയിക്കൊണ്ടേയിരിക്കുവാന്ന്. നല്ല തണുപ്പും ചെറിയൊരു മഞ്ഞും കാറ്റും എല്ലാം കൊണ്ട് നല്ല സൂപ്പറാണ് കേട്ടോ ഇവിടെ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ. അങ്ങനെ പോയി അവസാനം ഞങ്ങൾ വന്ന് അതിൻ്റെതാ ഇനി അകത്തോട് ഇറങ്ങി താഴോട്ടിറങ്ങി പോകണം കേട്ടോ അടുത്തതിന്. അങ്ങനെ നമ്മുടെ കേവിൻ്റെ ടോപ്പ് പോയിന്റിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇതിനകത്തൂടി ഇറങ്ങി താഴോട്ട് പോകണം കേട്ടോ. ഇനി അടുത്ത് കുറേ ദൂരം കയറി വരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ കുത്തര താഴോട്ട് ഇറങ്ങിയാന്ന് പോകുന്നത് കേട്ടോ കേവിനകത്തോട്ട്. ഇതാണ് കേട്ടോ വലിയ ഗുഹ ഇതാണ്. ആദ്യം കയറിയത് കുഞ്ഞായിരുന്നു, ഇതായിരുന്നു അടുത്ത് വലുത്. ഇതിനകത്ത് ഇങ്ങനെ നമ്മൾ ഇറങ്ങിപ്പോകണം. ഇവിടെ നിന്നൊക്കെ നോക്കുമ്പോൾ നല്ല സൂപ്പറാണ് കേട്ടോ. ഇടയിൽ കൂടി ഇങ്ങനെ സൂര്യരശ്മികളൊക്കെ ഇങ്ങനെ അകത്തോട്ട് കടന്നു വരുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമ്മുടെ വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം വിളിച്ചോതുന്ന നമ്മുടെ ഇടയ്ക്കൽ കേവ്. നമ്മളിങ്ങനെ എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ് കേട്ടോ വരുന്നവരെല്ലാം. അപ്പോൾ നമ്മളിങ്ങനെ ഇറങ്ങി അതിനകത്തോട്ട് പോയിട്ടുണ്ട്. കണ്ടില്ലേ എന്ത് സൂപ്പറാന്ന് നോക്കിയാൽ. രണ്ട് വലിയ പാറകൾ തമ്മിലിങ്ങനെ ചേർന്ന് അതൊരു ഗുഹയായിട്ടിരിക്കുവാണ്. ഇതിനെക്കുറിച്ച് വലിയ ആധികാരികമായി സംസാരിക്കാമെന്നോ എനിക്കറിയത്തില്ല ഗൈസ്. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ റങ്കൻ ചേട്ടായി ഇവിടെ ഉണ്ട്. അവിടെ കണ്ടില്ലേ സൈഡിലൊക്കെ അവർ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവരെ ലിപികളാണ് പണ്ടത്തെ കാലത്തെ ശിലായുഗ കാലത്തൊക്കെയുള്ള നമ്മുടെ ലിപികൾ. ഇതൊക്കെ നമ്മുടെ ഹിസ്റ്ററിയൊക്കെ പഠിക്കുന്ന പിള്ളേർക്കൊക്കെ വന്ന് കണ്ടാൽ വളരെ ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ കാഴ്ചകൾ. കണ്ടില്ലേ വാവ് എന്ത് സൂപ്പറാന്ന് നോക്കിയേ. എല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. അതിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ സൂര്യപ്രകാശം അടിച്ച് കയറി വരുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയൊരു വിടവുണ്ട്, അതിൽ കൂടെ ഇങ്ങനെ വരുന്നുണ്ട്. ഇത് ഫിനിഷിംഗ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് നോക്കി. കണ്ടില്ല രണ്ട് പാറകളുടെ ഇടയിൽ ഒരു പാറ വന്നിങ്ങനെ തടഞ്ഞിരിപ്പുണ്ട്. അതാണ് നമ്മുടെ ഗുഹ. ഓക്കെ ഗൈസ്, അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ ഇടയ്ക്കൽ കേവ് കാഴ്ചകളും വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുവാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു നല്ല കിടക്കാച്ചി വീഡിയോ ആയിട്ട് കാണും വരേക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ലവ് യു ആൾ. ബൈ.